കോർപ്പറേറ്റ് പിരിച്ചുവിടൽ. ഈ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെന്താ? പെട്ടെന്നുള്ള ഒരു സുപ്രഭാതത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലേ? എന്നാൽ ഇതിന്റെയൊക്കെ പിന്നിൽ ശരിക്കും ഒരു പ്ലേബുക്ക് ഉണ്ട്. അതായത് കൃത്യമായ ഘട്ടങ്ങളുള്ള ഒരു തരം രഹസ്യരേഖ. ഇന്ന് നമ്മൾ ആ പ്ലേബുക്ക് ഒന്ന് തുറന്നു നോക്കാൻ പോവാണ്. ഒരു കമ്പനി എങ്ങനെയാണ് ഇത്രയും വലിയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോ എന്താണ് ഈ പറയുന്ന ഔദ്യോഗിക ബ്ലൂ പ്രിന്റ്? ഇത് ചുമ്മാ ഊഹാപോഹങ്ങളോ മാനേജ്മെന്റിന്റെ തോന്നലുകളോ ഒന്നുമല്ല. ഓരോ ഘട്ടവും ന്യായീകരിക്കാൻ കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു ആഭ്യന്തര ഡോക്യുമെന്റ് തന്നെയുണ്ട്. അതിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. നമ്മുടെ ഈ പ്ലേബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യമാണ്. കാരണം ഇത്രയും വലിയൊരു തീരുമാനം വെറുതെ ഒരു ശൂന്യതയിൽ നിന്ന് പൊട്ടിവീഴുന്നതല്ലല്ലോ. അതിന് കൃത്യമായ ഒരു പശ്ചാത്തലമുണ്ടാകും, ഉറപ്പാണ്. ഇതിന്റെ തുടക്കം ഒരു കണ്ണാടി നോക്കുന്നതുപോലെയാണ്. കമ്പനി സ്വയം ഒന്ന് നോക്കി വിലയിരുത്തുന്നു. നമ്മൾ ശരിക്കും എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെ അകത്തെ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും വിജയങ്ങളും വീഴ്ചകളും ഒക്കെ ഒരുപോലെ നോക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പുകൾ വെക്കാനുള്ള അടിത്തറ. ഈ ഒരു വിലയിരുത്തൽ അത് പല തലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, കമ്പനിയുടെ സ്വന്തം പെർഫോമൻസ് എങ്ങനെയുണ്ട്? താഴോട്ടാണോ? മാർക്കറ്റിൽ പുതിയ എതിരാളികൾ വന്നിട്ടുണ്ടോ? ഫിനാൻഷ്യലി പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇനി പുറത്തുനിന്ന് വല്ല നിയമത്തിന്റെ പ്രഷറോ മറ്റോ വരുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുമ്പോഴാണ് മാറ്റത്തിനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ക്ലിയർ ആകുന്നത്. സിറ്റുവേഷനൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ അടുത്ത പടിയെന്ന് പറയുന്നത് ആ ഒരു ട്രിഗർ കണ്ടുപിടിക്കലാണ്. അതായത് മാറ്റം വേണം എന്നൊരു സാധ്യതയിൽ നിന്നും മാറി മാറ്റം ഒരു അനിവാര്യത ആക്കി മാറ്റുന്ന ആ നിർണായക പോയിന്റ്. എന്തായിരിക്കും അവസാനത്തെ അടി? ഇത് പലപ്പോഴും ഒരൊറ്റ കാരണമല്ല. പല കാരണങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഈ അവസ്ഥ വരുന്നത്. ചിലപ്പോൾ കമ്പനിക്കകത്തെ കാര്യക്ഷമത കുറഞ്ഞതുകൊണ്ടാകാം. അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുന്നതാകാം. അവസാനം ഇതെല്ലാം കൂടി സാമ്പത്തിക നഷ്ടത്തിലേക്ക് എത്തിക്കും. ഈ പ്രഷറുകളൊക്കെ ഒരുമിച്ചു വരുമ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂവെന്നൊരു സ്റ്റേജ് വരും. അപ്പോ കാരണം കിട്ടി. ഇനി വേണ്ടത് ആ കാരണത്തെ വെച്ച് ശക്തമായൊരു കേസ് ഉണ്ടാക്കുകയാണ്. അതായത് ബോർഡിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും ഒക്കെ മുന്നില് ഈ കടുത്ത തീരുമാനം എന്തിനെടുത്തു എന്നൊരു സംശയത്തിനുമിടയില്ലാത്ത രീതിയിൽ തെളിയിക്കണം. ഈ ന്യായീകരണങ്ങൾ തുടങ്ങുന്നത് തന്നെ പലപ്പോഴും ഇതുപോലുള്ള കൃത്യമായ കണക്കുകളിൽ നിന്നാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒരു 15% കുറയ്ക്കണമെന്ന ടാർഗറ്റ്. ഇത് വെറുതെ ഒരു വാക്കു പറയുന്ന പോലെയല്ല, ഇതിനൊരു ഡേറ്റയുടെ ബലമുണ്ട്. പക്ഷേ ഇവിടെയാണൊരു രസകരമായ കാര്യം. ഈ ന്യായീകരണം എന്നു പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഒരു സൈഡിൽ ഇതുപോലുള്ള പക്കാ കണക്കുകൾ, മറ്റേ സൈഡിലോ കമ്പനിയുടെ ദീർഘകാല ഭാവിയിലേക്കുള്ള ഒരു വിഷൻ. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ തീരുമാനം കംപ്ലീറ്റ് ആകൂ. നോക്കൂ, ഈ സ്ലൈഡ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു വശത്ത് എംപ്ലോയീസിനെ എണ്ണം കുറയ്ക്കുന്നതുപോലെയുള്ള കൃത്യമായി അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, മറുവശത്ത് ഓപ്പറേഷൻസ് ഒന്നും കൂടെ സ്മൂത്ത് ആക്കുക, നമ്മുടെ മെയിൻ ബിസിനസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നൊക്കെയുള്ള സ്ട്രാറ്റജിക് ലക്ഷ്യങ്ങൾ. കണ്ടില്ലേ, ഈ രണ്ടു തരം ന്യായീകരണങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് ഈ തീരുമാനത്തിന് ഒരു പൂർണ്ണത വരുന്നത്. അപ്പോ കണക്കുകളും സ്ട്രാറ്റജിയുമൊക്കെ കഴിഞ്ഞു. ഇനി ഈ പ്ലേബുക്ക് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്: മനുഷ്യർ. കാരണം ഈ തീരുമാനങ്ങൾ ആളുകളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് കമ്പനി ചിന്തിച്ചേ മതിയാകൂ. കാരണം ഏത് തീരുമാനവും ബാധിക്കുന്നത് അക്കങ്ങളെ മാത്രമല്ലല്ലോ, മനുഷ്യരെയാണ്. ജീവനക്കാർ, കസ്റ്റമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. ഓരോ ഗ്രൂപ്പിനും എന്ത് സംഭവിക്കും? അവരോട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം? ഒരു നല്ല പ്ലേബുക്കിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം വേണം. ഇവിടെയാണ് ഈ പ്ലേബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം വരുന്നത്. പിരിച്ചുവിടൽ എപ്പോഴും അവസാനത്തെ ഓപ്ഷനാണ്, ആദ്യത്തേതല്ല. മറ്റു വഴികളെല്ലാം നോക്കി, അതായത് ജീവനക്കാരെ നിലനിർത്തിക്കൊണ്ട് ചെലവ് ചുരുക്കാനോ പുതിയ വരുമാനമാർഗങ്ങൾ കണ്ടെത്താനോ ശ്രമിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് വ്യക്തമായി ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ എത്തുന്നത് ഈ പ്രോസസ്സിന്റെ ഒരു ക്ലൈമാക്സിലേക്കാണ്. ഒരു ത്രാസ് സങ്കൽപ്പിക്കുക. അതിന്റെ ഒരു തട്ടിൽ നേട്ടങ്ങളും മറുതട്ടിൽ കോട്ടങ്ങളും. ഇത് തൂക്കി നോക്കുന്ന നിമിഷം, തീരുമാനം ശരിയോ തെറ്റോ എന്ന് നിർണയിക്കുന്ന ആ ഒരു പോയിന്റ്. ഏതൊരു വലിയ തീരുമാനത്തിനും വലിയ റിസ്കുകളുമുണ്ടാകും. ഇവിടെ ഏറ്റവും പ്രധാനം 3 എണ്ണമാണ്. 1, കൂടെയുള്ള ജീവനക്കാരുടെ മനോവീര്യം നഷ്ടപ്പെടാനുള്ള സാധ്യത. 2, പോകുന്നവരുടെ കൂടെ കമ്പനിയുടെ വിലപ്പെട്ട അറിവുകളും പോകും. 3, ഈ ഒരു കൺഫ്യൂഷനിൽ മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റി കുറയും. ഇതൊന്നും ശരിയായി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ലാഭിക്കാൻ നോക്കിയത് വലിയ നഷ്ടത്തിൽ കലാശിക്കും, ഉറപ്പാണ്.
പക്ഷേ ഈ കഷ്ടപ്പാടിന്റെയൊക്കെ അവസാനം ഒരു ലക്ഷ്യമുണ്ട്. സാമ്പത്തികമായി ഒന്നുകൂടി സ്റ്റേബിൾ ആവുക, കാര്യക്ഷമതയില്ലാത്ത പഴയ സിസ്റ്റംസൊക്കെ ഒഴിവാക്കുക, കൂടുതൽ വേഗതയും ഫോക്കസുമുള്ള ഒരു പുതിയ കമ്പനിയായി മാറുക. അതാണ് ഈ പ്രോസസ്സിന്റെ യഥാർത്ഥ വിജയം. അപ്പോൾ ഇതെല്ലാം അവസാനിപ്പിക്കാൻ ഈ ഡോക്യുമെന്റിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. ഈ എടുക്കുന്ന തീരുമാനം അതിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടോ, കണക്കുകളുടെ പിൻബലമുണ്ടോ, പിന്നെ കമ്പനിയുടെ ഭാവിയെ കൂടെ കണക്കിലെടുത്താണോ അത് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം ഈ മുഴുവൻ പ്രോസസ്സിന്റെയും കാതൽ എന്താണെന്നും അതിലെ ധാർമ്മികമായ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നും നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.